ഹായ് ഗൈസ്, നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചിക്കിങ്ങിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ മീനു പറഞ്ഞു ചിക്കിങ്ങിലോട്ട് പോവാന്ന്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കിങ്ങിലൊക്കെ പോയിട്ട് മഴയൊക്കെ നനഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങള് ചിക്കിങ്ങിനൊക്കെ പോയിട്ട് ഓഫറിനുള്ള ചിക്കനൊക്കെ തിന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഈ ഓഫറിനാകുമ്പോൾ കഴിക്കാൻ പോകരുത്. പക്ഷെ മീനുണ്ടല്ലോ, എവിടെ ഓഫർ ഉണ്ടോ 10 രൂപ എവിടെ ഞാൻ കുറവുണ്ടോ അവിടെ മീനും എത്തും. എന്നാൽ മീൻ ഒറ്റക്ക് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെയും കൂടി കൊണ്ടുപോകും. ഞങ്ങളെ വയറും കൂടെ കേടാക്കിയിട്ട് ഒരു മിനിറ്റ് ഗൈസ്, മീനൊന്നും കാണിച്ചില്ല. ഞങ്ങളെ വയറും കൂടെ കേടാക്കിയിട്ട് കേടാക്കിയാൽ അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബൂസ്റ്റ് കൂലിക്ക് കുടിക്കാൻ പോവാം. എന്താ കാര്യം, ബൂസ്റ്റ് കൂലിക്ക് ഞങ്ങൾ കാക്കനാട് 30 രൂപ, ഇവിടെ 25 രൂപ, 5 രൂപ ഇപ്പോൾ ലാഭം നോക്കിയിട്ട് ഞങ്ങളെ മീൻ നടത്തിക്കൊണ്ടിരിക്കുക മഴയത്ത്. എൻ്റെ പൊന്നു മീനും ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? ഞാൻ മീനിനെ കാണിച്ചു തരാം. മീനു ഇതാണ് ഗൈസ്. ഞാൻ ഇത്രയും നേരം ഇൻട്രൊഡക്ഷൻ പോലും പറയാണ്ട് വർണ്ണിച്ചിരുന്ന മീനു പി വിശ്വൻ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുണ്ടായിരുന്നു. അവരെന്തേടി അമിയ സലീമും അതുപോലെ തന്നെ അൻമരിബനും ഉണ്ടായിരുന്നു. അവർ പോയി. ഇപ്പോൾ ഞങ്ങൾ പഴകിയ ചിക്കനൊക്കെ തിന്ന് 5 രൂപ ലാഭമുള്ള ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടി 5 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ ഈ ലാഭം നോക്കിയ സാധനങ്ങളൊക്കെ തിന്നിട്ട് നടക്കുമ്പോഴത്തേനും ഒക്കെ ദഹിച്ചു പോകും. രണ്ടാമത് കഴിക്കേണ്ടി വരും. അപ്പോൾ ലാഭത്തിന് മേലെ ലാഭം അല്ല, നഷ്ടത്തിന് മേലെ നഷ്ടം. എനിക്ക് മടുത്തു ഗൈസ്, ജീവിതം മടുത്തു. കിട്ടുന്ന പൈസ ഒക്കെ അതിന്റെ ഫാനാ ഗൈസ്. ഫാനാണ്. യൂട്യൂബ് ചാനൽ കണ്ട് ഹായ് എന്ന് പറഞ്ഞതിൻ്റെ അടുത്തേക്ക് വന്നതാ. പക്ഷെ എനിക്കങ്ങനെ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ശരി ഗൈസ്, ബൈ. ഒരുപാട് പേര് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ യാരജിന് മാത്രമല്ല എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ഹായ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കുറെ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഹായ് ആ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലേ, നിഹാലല്ലേ എന്നൊക്കെ പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. വെറുതെ കേട്ടോ, അങ്ങോട്ട് എല്ലാവരുടെ അടുത്ത് ഹായ് പറയാം. ഞങ്ങള് വെറും ചെറ്റത്തരം കാണിച്ചുകൊണ്ടിരിക്കാനോടെ ഞങ്ങളുടെ കൂടെ 2 പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരെ അറിയാം. ഇവിടെ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ എടുക്കുന്നില്ല, ആൻമേരി വിളിക്കുന്നത്. ഞങ്ങൾ ബൂസ്റ്റ് വിളിക്ക് കുടിക്കാൻ പോകുന്നത്. കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണ്ടേ. നമുക്ക് അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാരണം കുറേ പേരുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് പെയ്ഡ് പ്രൊമോഷനാണത്. അമീരിനെയും അമ്മയേനെയും പറ്റിച്ചുകൊണ്ട് ബൂസ്റ്റ് വിളിക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് പെയ്ഡ് പ്രൊമോഷൻ ബൂസ്റ്റ്. പറ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഒന്നുമില്ല, ഐസ് മാത്രമേ ഉള്ളൂ. കടയുടെ പേര് പറയാൻ പാടില്ല കേട്ടോ. ബൂസ്റ്റ് വിളിക്ക്, കടയുടെ പേര് പറയില്ല. ബൂസ്റ്റ് വിളിക്ക് സ്റ്റേഡിയത്തിന്റെ ഉള്ളിലെ ബൂസ്റ്റ് വിളിക്ക്. ശരി, പ്രൊമോഷൻ